ധനമന്ത്രി, ഭക്ഷ്യമന്ത്രി എന്നിവരുമായി റേഷൻ വ്യാപാരികൾ നടത്തിയ ചർച്ച പരാജയം. വേതന പാക്കേജ് ഉടൻ നടപ്പാക്കാൻ കഴിയില്ലെന്ന് ധനമന്ത്രി നിലപാടെടുത്തതായി വ്യാപാരികൾ. തിങ്കളാഴ്ച മുതൽ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, ചർച്ച പരാജയമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ പിന്നെ ഇനി എന്തായിരിക്കും അവരുടെ നിലപാട്? വിശദാംശങ്ങൾ. ശ്രീനിത, സംസ്ഥാനത്തെ റേഷൻ മേഖല സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ടു പോകുന്നത്. വാതിൽപ്പടി സേവനം നടത്തുന്ന കരാറുകാർ ഒരു ഭാഗത്ത് സമരത്തിലാണ്. അതിനിടയിലാണ് റേഷൻ കട വ്യാപാരികൾ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് അതിന്റെ ഭാഗമായാണ് ധനമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും ഓൺലൈനായി ഒരു യോഗം വിളിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു ആ യോഗം. 2 മണി മുതൽ 3:15 വരെ വ്യാപാരികളുമായി മന്ത്രിമാർ ചർച്ച നടത്തി. പക്ഷേ ആ ചർച്ച പരാജയപ്പെട്ടു എന്നതാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് വേതന പാക്കേജ് നടപ്പാക്കണമെന്ന ആവശ്യം വ്യാപാരികൾ മുന്നോട്ട് വെച്ചു. എന്നാൽ ധനമന്ത്രി അക്കാര്യം ഉടൻ നടപ്പാക്കാൻ കഴിയില്ല എന്ന് വ്യാപാരികളെ അറിയിക്കുകയായിരുന്നു. അതോടെ ഈ സമരവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ വ്യാപാരികളുടെ തീരുമാനം. അതനുസരിച്ച് നേരത്തെ അറിയിച്ച പോലെ തന്നെ തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് സംയുക്ത സമരസമിതി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നും നാളെയും കൂടിയാണ് ഈ മാസത്തെ റേഷൻ വിതരണം ഇനി ഉണ്ടായിരിക്കുകയുള്ളൂ. തിങ്കളാഴ്ച മുതൽ വ്യാപാരികൾ സമരത്തിലാണെങ്കിൽ അത് എത്ര ദിവസം മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ ആളുകളെല്ലാം തന്നെ ഈ മാസത്തെ റേഷൻ ഇന്നും നാളെയുമായി വാങ്ങണം എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. എന്താണെങ്കിലും സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ആ ചർച്ച, ഇന്ന് ഉച്ചയ്ക്ക് നടത്തിയ ചർച്ച, അത് പരാജയപ്പെട്ടു എന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം. ശരി, റേഷൻ വ്യാപാരികളുമായി മന്ത്രിമാർ നടത്തിയ ചർച്ച പരാജയമാണ്. അവർ സമരവുമായി മുന്നോട്ടു പോകും എന്നാണ് കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് അറിയിക്കുന്നത്.